പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാവരും ഒരു വലിയ സംശയമാണ് ക്രോസ് കട്ടിങ് ബ്ലൗസ് നമ്മൾ വെട്ടാനെടുക്കുമ്പോൾ ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട് പീസ് നമ്മൾ എങ്ങനെ ഇടും, അപ്പം അത് എങ്ങനെ മാർക്ക് ചെയ്യുമെന്നും അതിലുപരി ആ ഒരു അളവിൽ നിന്നും ബെൽറ്റ് പീസ് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നതെന്നും മെഷർമെൻറ്റ് എടുത്തു വെട്ടുന്ന ബ്ലൗസിൻ്റെ കാര്യമാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ബെൽറ്റ് പീസും കൈയുടെ പിന്നെ നമ്മൾ ക്രോസ് കട്ടിങ് ആണെങ്കിലും സ്ട്രെയിറ്റ് കട്ടിങ് ആണെങ്കിലും നമ്മൾ കൈ എടുക്കുന്ന മെത്തേഡിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒത്തിരി ലോങ് ആകാതിരിക്കാനും വേണ്ടി അത്രയും കാര്യങ്ങളാണ് വ്യക്തമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ഒരു 36 സൈസിൻ്റെ ഒരു ബ്ലൗസ് കട്ടിങ് എടുത്തിട്ട് അതെങ്ങനെ ക്രോസിൽ വെട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ 36 ഇഞ്ച് വീതിയുടെ തുണി ഇങ്ങനെ രണ്ടായിട്ട് തന്നെ മടക്കിയിടും. ഈ മടക്ക പീസ് നമ്മൾ വെട്ടുന്നതിൻ്റെ സൈഡിൽ തന്നെ വരണം. ആദ്യം തന്നെ നമ്മളിവിടെ തുണി ഒന്ന് കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് 13.5 ഇഞ്ച് ഇറക്കമാണ്. ആ 13.5 മാർക്ക് ചെയ്തു. ഈ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ഇപ്പോൾ 36 ആണെങ്കിൽ 6ൻ്റെ ഒരു ഭാഗം നമ്മൾ ഷോൾഡർ കൊടുത്തു 6 ഇഞ്ച് മാർക്ക് ചെയ്തു. 6 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. 6 ഇഞ്ച് കൈക്കുഴിയും മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ കഴുത്തിനേക്കിൻ്റെ വൈഡ് എന്ന് പറഞ്ഞാൽ 2.25 ഒരു പോയിൻ്റ് വേണം. 2.25 ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തു. 8 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കം, ആ ഇറക്കവും നമ്മൾ മാർക്ക് ചെയ്യും. വീഡിയോ അധികം ലോങ് ആകാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം. ഇത്രയും ഭാഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോടൊപ്പം തന്നെ വരച്ചിട്ടിട്ട് നമുക്ക് അതനുസരിച്ച് ക്ലാസ് നിങ്ങൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ക്ലാസ് കണ്ടു പഠിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ബുക്കിൽ കുറിച്ചിടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് തന്നെ വീണ്ടും പോകാം. അപ്പോൾ ബോഡി ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പം ഇപ്പോൾ 36ൻ്റെ കൂടെ സാധാ ബ്ലൗസിന് 4ഉം കൂടെ ചേർത്ത് 40ൻ്റെ 4/1 നമ്മൾ സാധാരണ ബോഡി വണ്ണം ഇടുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ബോഡി വണ്ണം ടൈറ്റ്, അതാ ചെസ്റ്റിൻ്റെ ടൈറ്റ് കേട്ടോ. ചെസ്റ്റ് ടൈറ്റ് എടുത്തിട്ട് ആ ടൈറ്റിൻ്റെ കൂടെ 4 ഇഞ്ച് വലിയാത്ത തുണിയും 3 ഇഞ്ച് വലിയുന്ന തുണിയുമാണ് നമ്മൾ ലൂസ് കൊടുക്കുന്നത് ഈ ഭാഗത്ത്. അപ്പം അതുപോലെ തന്നെ നമ്മളിത് ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് 3 ഇഞ്ചാക്കാം, ഇല്ലെങ്കിൽ 4 ഇഞ്ചാക്കാം. ഓക്കെ. അപ്പോൾ 36ൻ്റെ കൂടെ നമ്മൾ 3ഉം കൂടെ ചേർന്ന് 39, 4/1 കൃത്യമായി 9.25 ഇവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തു. 32 അതിൻ്റെ 4/1 8 മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഇത് കൃത്യമായി തന്നെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു. ഈ ബാക്ക് പീസിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രാവശ്യം പല വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായിക്കോട്ടെ. ഇത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ പിടികിട്ടാൻ വേണ്ടിയാണ്. ഈ കൈക്കുഴിയുടെ നേർ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ കൂടെ കാണിച്ചു തന്നേക്കാം. പുതിയതായിട്ട് കാണുന്നവർക്കാണ് ഒരു 1.5 ഇഞ്ച് ഈ ഒരു പോയിൻ്റ്, ഈ സെൻറ്ററിൻ്റെ പോയിൻ്റ് ഒരു 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഡോട്ട് ആദ്യം തന്നെ കൊടുക്കും. ഓക്കെ. പിന്നെ ഷോൾഡറിൻ്റെ നമ്മൾ ചെരുവ് ഞാൻ വരച്ചിട്ടുണ്ടെന്ന് കാണിക്കുക. ഈ പോയിൻ്റ് വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ക്രോസ് വരച്ചിട്ട് ഈ നെക്കിൻ്റെ ഇവിടെ വരുമ്പോൾ ഒരു നമുക്ക് ഹെമ്മിങ് ചെയ്യുമ്പം കുനിപ്പ് വരാതിരിക്കാൻ ചെറിയ ഓവലിൽ തന്നെ വെട്ടിപ്പോകണം. അപ്പം ഇത് ബാക്ക് പീസ് നമ്മൾ ക്ലിയർ ചെയ്തു. ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം 36 സൈസാണ്, 32 ഇത് രണ്ടും പ്രത്യേകം ഓർമ്മയിൽ നിൽക്കുക. പിന്നെ വീഡിയോയിലെ കണക്കുകൾ ഇതായിട്ട് ഒത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് വെട്ടാം. അത് കഴിഞ്ഞിട്ട് ക്രോസ് എങ്ങനെയാണ് ഫ്രണ്ട് എടുക്കുന്നത് എന്ന് ഇപ്പോൾ തന്നെ കാണിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ വെട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറന്നു പോകാതെ ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റും ചെയ്യണം. തന്നെ ബാക്ക് പീസ് നമ്മൾ വെട്ടണം. പിന്നെ ഇവിടെ സൈഡിലൊക്കെ നൂലൊക്കെ നീണ്ടിട്ടുണ്ട്. കറക്റ്റ് ചെയ്ത് ബാക്ക് പീസ്. ഓക്കെ. ഇനി നമ്മുടെ പ്രധാനമായ നമ്മുടെ കണ്ടൻറ്റിൻ്റെ പ്രധാന ഭാഗം ഈ തേര് പീസ് നേരെ പുറകുവശത്ത് മനസ്സിലായോ. എന്നിട്ട് ഇതാണ് റിഗാള് ഈ തേര് പീസിൻ്റെ സൈഡിലോട്ട് വരുന്നത് പോലെ തന്നെ
ഇങ്ങനെ നമ്മൾ വെട്ടിയെടുത്ത തേര് പീസിൻ്റെ ഇതാണ് തേര് പീസ്. ഈ തേര് പീസിൻ്റെ സൈഡിലേക്ക് ഫ്രണ്ട് പീസ് ഇങ്ങനെ വരുന്ന പോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത്രത്തോളം നമുക്ക് ക്രോസ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഡാട്ട് വലിഞ്ഞിക്കണം. വെട്ടിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ തേര് പീസില്ലേ, ഈ തേര് പീസിൻ്റെ സൈഡിലോട്ട് ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ട് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ തയ്യൽ തുമ്പിന്നും ഇതുണ്ട് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് തള്ളി നിന്ന് നമ്മൾ കൊടുക്കുന്ന സൈഡിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പം ഈ ഒരു ഫ്രണ്ട് പീസ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിട്ട് ഈ ഇവിടുന്ന് 1.5 ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ മാർക്ക് വരുന്നത് ഈ ബാക്ക് പീസിൻ്റെ ഈ സൈഡിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. 4 ഇഞ്ച് എങ്ങനെ മാർക്ക് ചെയ്യുന്നു, തള്ളിത ഇങ്ങനെ വെക്കും. ഈ 2 പ്രധാന കാര്യവും ആദ്യം തന്നെ മാർക്ക് ചെയ്യണം. ഇവിടെ 4 ഇഞ്ച് കൊടുക്കുന്നു, ഇവിടെ 1.5 ഇഞ്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് കറക്റ്റ് നമ്മൾ ഒരു മാർക്ക് കൊടുത്തിട്ട് ഫ്രണ്ട് നെക്ക് എത്രയാണോ തയ്യൽ തുമ്പും കൊടുത്തിട്ട് അതിൽ നിന്ന് 4 ഇഞ്ച് കുറവ് 5.5 ഫ്രണ്ട് 5.25 മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം, ഈ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ഇങ്ങനെ ക്രോസിൽ നമ്മൾ നെക്ക് വരും. ഇതുപോലെ തന്നെ ക്രോസിൽ നെക്ക് വരും. ഇങ്ങനെയുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്നത് 4.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. 4.25 ഇവിടെയും മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കും. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ മാർക്കിൽ നിന്നും 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും. ഏത് മാർക്കിൽ നിന്നും, ഈ മാർക്കിൽ നിന്നും 3 ഇഞ്ച് ഇങ്ങോട്ട്. എന്നിട്ട് നമ്മുടെ ഈ ബാക്ക് പീസിൻ്റെ തയ്യൽ തുമ്പിന് ചേർത്ത് ഇങ്ങനെ മാർക്ക്. ഇത്രയും മാർക്കാണ് നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടാൻ വേണ്ടി ക്രോസിൽ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാകുന്നത്. ഇനി നമ്മൾ ഈ ബാക്ക് പീസ് ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യും. കണ്ടോ, ഇത്രയും നമ്മൾ വാങ്ങി. ഇനി നമുക്ക് നെക്കുമുണ്ട്, ബാക്ക് പീസും ഉണ്ട്. അത് കൈയുടെ വശം നമുക്ക് വന്നിട്ടില്ല. ഒന്നും കൂടെ ബാക്ക് പീസ് ഇട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തു, 1/2 ഇഞ്ച് നെക്കിൻ്റെ ഇവിടെയും തയ്യും. മനസ്സിലായല്ലോ? 1/2 ഇഞ്ച് ഇവിടെ കൊടുത്തു, 1/2 ഇഞ്ച് ഇവിടെയും തയ്യൽ തുമ്പ് തള്ളിയിട്ട് ഈ ടൈപ്പ് ഇങ്ങനെ പിടിച്ച് 9.25 ഇഞ്ച് നമ്മൾ നെക്കിന് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരെ ഞാൻ വരച്ചു, കൃത്യമായിട്ട് വരച്ചിട്ട് 3/4 ഇഞ്ച് ഇവിടെ തള്ളി, 4 ഇഞ്ച് ഇവിടെയും തള്ളിയിട്ട് കൃത്യം ഇങ്ങനെ ബെൽറ്റിൽ മാർക്ക്. ഇതാണ് ബെൽറ്റിൻ്റെ അളവ്. നമ്മുടെ ബെൽറ്റിൻ്റെ അളവാണ്. അപ്പോൾ ഇത് ക്രോസ് ആയതുകൊണ്ട് നമ്മൾ ബെൽറ്റ് ഇപ്പോൾ വെട്ടത്തില്ല. ബെൽറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേറെ കട്ട് പീസിലാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മുടെ 32ൻ്റെ 4/1 8 ഇവിടെ മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതാണ് നമ്മുടെ ബെൽറ്റ്. ബെൽറ്റ് ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുകയാണ്, നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ബ്ലൗസ് വെട്ടിയ ഒരു കട്ട് പീസ് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇതേ സ്കെച്ചിൽ സെയിമായിട്ട് നമ്മൾ ബെൽറ്റ് വെട്ടിയെടുക്കണം. ഈ സൈഡൊക്കെ ക്ലിയർ ചെയ്ത് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് ചോക്കുപാടുണ്ടല്ലോ, അപ്പോൾ കൃത്യമായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾ വേറെ തുണിയിൽ ഒരു സ്കെച്ച് കട്ട് പീസ് കിടപ്പുണ്ട് എടുത്ത് വെട്ടിയാലും കുഴപ്പമില്ല. കൃത്യമായി തന്നെ നമ്മൾ ഒരു കട്ട് പീസിൽ ഈ ബെൽറ്റ് പീസ് വെട്ടിയെടുക്കണം. ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് കൈക്ക് തുണി കൂടുതലും ഈ തുണി തന്നെ കൈക്ക് തുണി കിട്ടിയില്ലെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് 4 ഇഞ്ച് നമ്മളിവിടെ ഒരു ഷേപ്പ് കൊടുത്തു, ഫ്രണ്ടിന് ഒരു മാർക്ക് കൊടുത്തു. അപ്പം കൃത്യം നമുക്ക് ബെൽറ്റ് പീസ് ഓക്കെ. ഈ ബെൽറ്റ് പീസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഈ ബാക്ക് പീസ് എടുത്തിങ്ങനെ കൃത്യമായി ക്രോസിൽ ഒന്നും കൂടെ ഈ മാർക്കിൽ തന്നെ ഇടുന്നു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമെല്ലാം മനസ്സിലായി.
ഇങ്ങനെ നമ്മൾ ബാക്ക് പീസ് ഇട്ടു, അങ്ങനെ വെച്ചു അല്ലേ. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് വൈറ്റ് പീസ് കുറച്ചും കൂടെ ക്ലിയർ ചെയ്യും. അങ്ങനെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇത് കൃത്യമായി തന്നെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമ്മൾ ആ 3 ഇഞ്ച് തള്ളി വെട്ടിയെടുത്തോട്ട് ഞാൻ കൊടുക്കും. അപ്പം നമുക്ക് ബെൽറ്റ് പീസ് ഇനി ഇതിൽ നിന്ന് ആവശ്യമില്ല. ഈ ക്രോസ് ബെൽറ്റ് പീസ് തന്നെ മാർക്ക് ചെയ്ത് മാറ്റുകയാണ്. കൃത്യം നമുക്ക് ഫ്രണ്ട് പീസ് ഓക്കെ. ഇനി ബാക്ക് പീസും ആവശ്യമില്ല. ഇനി വേണം നമ്മൾ ഫ്രണ്ട് പീസ് ഡാട്ട് മാർക്ക് ചെയ്യാൻ. 1.5 ഇഞ്ച് ഇവിടെ കൊടുത്തു, ഇവിടെയും കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യുന്നത് 3/4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കളയും. ഈ ഡാട്ടിൻ്റെ എൻഡ് വരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഒരു 3/4 ഇഞ്ച് എടുത്ത് കളയും. എന്നിട്ട് നമ്മൾ ബെൽറ്റും ബാക്ക് പീസും വെച്ച് നോക്കുന്നുണ്ട് വ്യത്യാസമുണ്ടോ. അത് ഇങ്ങനെ വെച്ചു ചെറിയ ഓവൽ ഷേപ്പിൽ ഇവിടെ വെച്ചു. എന്നിട്ട് ഡാട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഇത്രയും മാർക്ക് ചെയ്തു. ക്രോസ് കട്ടിംഗ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഡാട്ടിൽ നിന്നും 1/2 ഇഞ്ച് കയറി നിൽക്കുന്ന പോലെ സെൻറ്റർ ഡാട്ട് കൊടുക്കണം. ഇനി 1.25 ഇഞ്ച് ഇവിടെ താഴ്ത്തിട്ടും 1.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് നമുക്ക് കുഴിച്ച് വെക്കണം. 1/2 ഇഞ്ചും അല്ലെങ്കിൽ 3/4 ഇഞ്ചിന് മുകളിലോട്ട് ഒരിക്കലും പോകരുത്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് പീസ് ഇങ്ങനെ ഇട്ടിട്ട് ഈ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ വെട്ടണം. മുകൾ വശത്ത് നിന്ന് വെട്ടി ഇങ്ങനെ വെട്ടി ഇങ്ങനെ വന്നു. ഷേപ്പ് ക്ലിയറായി വരുന്നുണ്ടോ. എന്നിട്ട് ഇവിടുന്ന് 1.5 ഇഞ്ച് തള്ളി നിൽക്കുന്നത് ക്രോസാണ്. 1.5 ഇഞ്ച് ഈ ഡാട്ടിൽ നിന്ന് ക്രോസ് തള്ളി നിൽക്കുന്നത് പോലെ നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് ഡാട്ടും കൂടെ കൊടുക്കാം. ഇതുണ്ട്. അപ്പോൾ നമുക്ക് 3 ഡാട്ടുമായി ബെൽറ്റുമായി ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് മാർക്ക് ചെയ്യുന്നതും വെട്ടുന്നതും പീസ് ഇടുന്നതും. ഇനി ഈ ക്രോസ് പീസ് വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ബാക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ 4 ഇഞ്ച് തള്ളി വെച്ചുപോലെ തന്നെ വെച്ചിട്ട് നോർമൽ ഇങ്ങനെ ഡാട്ട് പിടിച്ചതിന് ശേഷം നമ്മുടെ ബെൽറ്റ് പീസ് വെട്ടിയത് ഫ്രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തയ്യൽ തുമ്പ് സഹിതം കയറ്റി ഇങ്ങനെ വെച്ചിട്ട് രണ്ടിൻ്റെയും തയ്യൽ തുമ്പ് ഫ്രണ്ട് പീസിൻ്റെയും ബെൽറ്റ് പീസിൻ്റെയും തയ്യൽ തുമ്പ് തള്ളിയിട്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ നോക്കണം. ഈ സൈഡിൽ ഈ ഫ്രണ്ട് പീസോ എത്രയെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ കണ്ടിന്യൂ ചെയ്ത് ബ്ലൗസ് വെട്ടിപ്പോകാവുള്ളൂ. ഇതേ രീതിയിലാണ് നമ്മൾ ക്രോസ് കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നമുക്ക് ആ കമൻ്റായിട്ട് ചോദിക്കുക. അത് നമ്മൾ ഏറ്റവും എളുപ്പ വഴി നമ്മളെടുക്കുന്ന രീതിയാണ് കാണിച്ചു തന്നത്. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് നമുക്ക് പൂർണ്ണമാകുന്നു. താങ്ക് യു.